ഓക്കെ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് എപ്പോഴും വായിക്കേണ്ട ഒരു സാധനമാണ്. ചുമ്മാ ഒരു പ്രാവശ്യം സ്ക്രീനിൽ കണ്ടിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓക്കെ, സോ ആദ്യം നമുക്ക് ആസ്ട്രീജൻസ് നോക്കാം, പിന്നെ ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNS നോക്കാം. പറ്റുമെങ്കിൽ തീരുമെങ്കിൽ നമുക്ക് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണുള്ളത്, ആ ഒരു ഏജന്റും കൂടെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആസ്ട്രീജൻസ് നോക്കാം. സോ എന്താ ആസ്ട്രീജൻസ് എന്ന് ആദ്യം ഒന്ന് പറഞ്ഞേ. എന്താ ആസ്ട്രീജൻസ്? എന്താ? സർഫസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോവാഗുലേഷൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ ആസ്ട്രീജൻസ് എന്ന് പറയുന്നത്, അല്ലെ? ദീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കോസ് കോൺട്രാക്ഷൻ ഓഫ് ഓർഗാനിക് ടിഷ്യൂ അല്ലെങ്കിൽ മസ്കുലാർ ലിവിങ് ഫൈബർ. ഓക്കെ, അപ്പം റോസ് വാട്ടർ പോലെയുള്ള ഏജന്റ് ഒക്കെ നമ്മൾ പറയാറുണ്ടോ? ദീസ് ആർ ഫൈൻഡ് ടു ബി ആസ്ട്രീജൻസ്. എന്താ ഇവർ ചെയ്യുന്നേ? എന്താ ഇവരുടെ ഫങ്ഷൻ? എന്താ ബേസിക് ആയിട്ട്? അവിടെയുള്ള ഹെമറേജ് എല്ലാം അറസ്റ്റ് ചെയ്യുകയും അവിടെയുള്ള സെക്രീഷൻസ് കുറയ്ക്കുകയും ചെയ്യുന്ന ഫങ്ഷൻ ആണ് പൊതുവെ ആസ്ട്രീജൻസ് കാണിക്കുന്നത്. യൂഷ്വലി സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആസ്ട്രീജൻസിന്റെ ആക്ടിവിറ്റി കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, സോ ആസ്ട്രീജൻസ് തന്നെ ലോ പെനിട്രബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. സെല്ലിന്റെ സർഫസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആസ്ട്രീജന്റെ ഒരു ഇഫക്റ്റ് എക്സേർട്ട് ചെയ്യുകയുള്ളൂ. ആസ്ട്രീജൻസ് രണ്ട് തരത്തിലുണ്ട്, അറ്റിപ്പിക്കൽ ഏജൻസ് ആൻഡ് ഓൾസോ ആന്റി ഡയറിയൽ ഏജൻസ്. സോ നാച്ചുറൽ ആൻഡ്രീജൻസ് അല്ലെങ്കിൽ ആസ്ട്രീജൻസ് എന്ന് പറയുന്ന ഏജൻസ് വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാം, മിനറൽ സോഴ്സിൽ നിന്നും എടുക്കാം. വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ് ടാനിക് ആസിഡ്, മൈറോബാലൻ, ദെൻ ബഹ്റ, കറ്റേച്ചു. ഇതെല്ലാം എന്താണ്? വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നാൽ മിനറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് സാൾട്ട് ഓഫ് അലൂമിനിയം, ബിസ്മത്ത്, ബേരിയം, കോപ്പർ, സിങ്ക്. ഇതെല്ലാം എന്താണ്? മിനറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ആസ്ട്രീജന്റ് ആണ്. നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് ഒരുപാടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അക്കോർഡിംഗ് ടു ദി സിലബസ് കറ്റേച്ചു മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ. കറ്റേച്ചു തന്നെ രണ്ട് തരത്തിലുള്ള കറ്റേച്ചു ഉണ്ട്, ബ്ലാക്ക് കറ്റേച്ചു ആൻഡ് പെയിൽ കറ്റേച്ചു. ഓക്കെ, സോ നമുക്ക് ബാക്കി ഇനിയും ഒരുപാട് ഡ്രഗ്സ് ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ബ്ലാക്ക് കറ്റേച്ചു ആൻഡ് പെയിൽ കറ്റേച്ചു മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ബ്ലാക്ക് കറ്റേച്ചു അല്ലെങ്കിൽ പെയിൽ കറ്റേച്ചുവിന്റെ സിനോണിംസ് പറയാം: കച്ച്, കത്ത, കതിർ, ഖയർ. ഓക്കെ, ഇത്രയും ആണ് സിനോണിംസ് ആയിട്ട് വരുന്നത്. യൂഷ്വലി കറ്റേച്ചു എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള കറ്റേച്ചൂസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ കച്ച് എന്നൊക്കെ പറയുന്നതാണ് ഫാമർ കോപ്പിയുടെ ഒരു ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇനി കറ്റ എന്ന് പറയുന്നത് കറ്റാച്ചു ടാനിക് ആസിഡ് നിറയെ ഉള്ള ഒരു ഏജന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കറ്റേച്ചിന്റെ ഒരു കാറ്റഗറിയാണ് കച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കത്ത എന്ന് പറയുന്നതോ ബീറ്റിൽ ലീഫ് ഒക്കെ അല്ലെങ്കിൽ മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കത്ത. ഓക്കെ, ആൻഡ് കച്ച് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈയിങ്, കാലിക്കോ പ്രിന്റിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയാ അതർ നോൺ മെഡിസിനൽ ആക്ടിവിറ്റിക്ക് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും കച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ബ്ലാക്ക് കറ്റേച്ചു ആൻഡ് പെയിൽ കറ്റേച്ചു രണ്ട് കാര്യങ്ങളാണ് ആസ്ട്രീജൻസിൽ ഉള്ളത്. ബ്ലാക്ക് കറ്റേച്ചുവിന് സിനോണിംസ് ഉണ്ട്: കത്ത, കച്ച്, കത് കറ്റേച്ചു. ആൻഡ് ഓൾസോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് dried aqueous extract which is prepared from the heart food of Acacia catechu and Acacia chundra. Okay, രണ്ട് സോഴ്സ് ആണ് ഉള്ളത്. ഡ്രൈഡ് അക്വസ് എക്സ്ട്രാക്ട് ഫ്രം ദ ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന് പ്രധാനപ്പെട്ട തടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹാർട്ട് വുഡ് ഫ്രം ഇപ്പൊ സാൻഡൽ വുഡ്, ഹാർട്ട് വുഡ് യൂസ് ചെയ്യുന്നത്. ദെൻ കറ്റേച്ചു. ഇത് രണ്ട് സാധനങ്ങളാണ് മെയിൻലി നമ്മൾ ഹാർട്ട് വുഡ് യൂസ് ചെയ്ത്. അക്കേഷ്യ കറ്റേച്ചു ആൻഡ് അക്കേഷ്യ ചുണ്ട്ര, ഈ രണ്ട് ആണ് മെയിൻലി ബയോളജിക്കൽ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബിലോങ്സ് ടു ദ ഫാമിലി ലെഗൂമിനേസിയെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ 10% എന്താണ്? അക്ക കാറ്റച്ചീൻ ആണ്, വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ഏജന്റ് കുറച്ച് സമയം കഴിയുമ്പോ എന്തായിട്ട് മാറുന്നുണ്ട്? കാറ്റച്ചു ടാനിക് ആസിഡ് ആയിട്ട് അക്ക കാറ്റച്ചിൻ മാറുന്നുണ്ട്. ആൻഡ് ദിസ് കാറ്റച്ചു ടാനിക് ആസിഡ് അല്ലാതെ
ബ്ലാക്ക് കട്ടേച്ചുവില് കാറ്റച്ചു റെഡ്, ക്വാർസെറ്റിൻ, ഗമ്മ്, ദെൻ ക്വാർസെറ്റിൻ, ഇത്തരം ഏജന്റുകളും ഉണ്ട്. ഓക്കെ, ദെൻ എന്തിനൊക്കെയാണ് നമ്മൾ ഈ ബ്ലാക്ക് കട്ടേച്ചു ഉപയോഗിക്കുന്നത്? ആസ്ട്രിജന്റിന്റെ ക്ലാസിഫിക്കേഷനിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആസ്ട്രിജന്റ് ഉണ്ട്. ദെൻ കഫ്, ഡയറിയ, കൂളിംഗ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി. ഓൾറെഡി ഞാൻ പറഞ്ഞു, കച്ച് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബ്ലാക്ക് കട്ടേച്ചു നമ്മൾ അതർ ദാൻ ദിസ് നമ്മൾ ഉപയോഗിക്കുന്നത് കളറിങ്, ഡൈയിങ് പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പെയിൽ കട്ടേച്ചു എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പെയിൽ കട്ടേച്ചുവിന്റെ സിനോണിം ആണ് ഗാംബിയർ, ഗാംബർ, കട്ടേച്ചു. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈഡ് അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ദ ലീഫ് അല്ലെങ്കിൽ യങ് ഷൂട്ട് ഓഫ് അൺകാരിയ ഗാംബയർ റോക്സ്ബർഗ്. എന്താണ് അതിന്റെ നെയിം? ബയോളജിക്കൽ സോഴ്സ് എന്താണ്? അൺകാരിയ ഗാംബയർ റോക്സ്ബർഗ്. സോ റോക്സ്ബർഗ് എന്നുള്ള വേർഡ് കാണുമ്പോഴേ ആലോചിക്കാം ഫാമിലി എന്താണ്? ഫാമിലി ഈസ് റൂബിയേസിയെ, ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയേസിയെ. ഓക്കെ, ക്ലിയർ ആയോ? ബ്ലാക്ക് കട്ടേച്ചു ഉണ്ട്, പെയിൽ കട്ടേച്ചു ഉണ്ട്, രണ്ടും രണ്ട് ഫാമിലിയാണ്. ബ്ലാക്ക് കട്ടേച്ചു മരത്തിന്റെ കാതില് ഹാർട്ട് വുഡ് ആണ് നമ്മൾ എടുക്കുക. രണ്ട് പ്ലാന്റിന്റെ കാര്യം പറയാം. അക്കേഷ്യ കട്ടേച്ചു ആൻഡ് അക്കേഷ്യ ചുണ്ട്ര belongs to the family Leguminosea. Next is pale catechu, belongs to the family Rubiaceae, and it is having the biological source Uncaria gamper. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പെയിൽ കട്ടേച്ചു എന്ന് പറയുന്ന ഒരു ഏജന്റും കൂടെ ഉണ്ട്, വിച്ച് ഈസ് ഹാവിംഗ് ദ സിനോണിം ഗാംബയർ, ഗാംബർ, കട്ടേച്ചു. അങ്ങനെയുള്ള ഡിഫറെന്റ് സിനോണിമിലാണ് ഗാംബർ എന്ന് പറയുന്ന പെയിൽ കട്ടേച്ചു അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് മറ്റേടുത്ത ബ്ലാക്ക് കട്ടേച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മരത്തിന്റെ കാതൽ അല്ലെങ്കിൽ ഹാർട്ട് വുഡിൽ നിന്നായിരിക്കും നമ്മൾ ഡ്രഗ് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ പെയിൽ കട്ടേച്ചു വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വി വിൽ യൂസ് യങ് ലീഫ് അല്ലെങ്കിൽ യങ് ഷൂട്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. യങ് ലീവ്സ് അല്ലെങ്കിൽ യങ് ഷൂട്ട്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഫാമിലി എന്താണ്? അൺകാരിയ ഗാംപയർ റോക്സ്ബർഗ്, ബിലോങ് ടു ദ ഫാമിലി റൂബിയേസിയെ. ഓക്കെ, റൂബിയേസിയെ ആണ് അതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ, സെയിം ആസ് ബ്ലാക്ക് കട്ടേച്ചു ഇതിന്റെ അകത്തും ഈ പറയുന്ന അക്കാകാറ്റേച്ചിനല്ല, പകരം കാറ്റച്ചിനുണ്ട്. അക്കേഷ്യയിൽ നിന്ന് കിട്ടുന്നതാണ് അവിടെ അക്കാകാറ്റേച്ചിൻ എന്നുള്ള ഏജന്റ് വന്നത്. ഇവിടെ പെയിൽ കാറ്റച്ചു അക്കേഷ്യയിൽ നിന്നല്ല കിട്ടുന്നത്, അൺകാരിയ ഗാംബർ റോക്സ്ബർഗ് നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റ് എന്താണ്? കാറ്റച്ചിൻ അല്ലെങ്കിൽ കാറ്റച്ചു ടാനിക് ആസിഡ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് കണ്ടെയ്ൻ ഓൾ ദ ഏജന്റ്, നമ്മൾ നേരത്തെ പഠിച്ച ഏജന്റ്സ് എല്ലാം ഉണ്ട്. കാറ്റച്ചു റെഡ്, ക്വാർസെറ്റിൻ, പിന്നെ ഒരു സ്പെഷ്യൽ ഏജന്റ് ഉണ്ട് ഗാംബർ ഫ്ലൂറസിൻ എന്ന് പറയുന്ന ഒരു ഏജന്റ് ഉണ്ട്. അതൊരു പെക്യൂലിയാരിറ്റി ആണ്. ഓക്കെ, ബ്ലാക്ക് കട്ടേച്ചൂൽ ഇല്ല, പക്ഷെ പെയിൽ കട്ടേച്ചൂല് ഗാംബർ ഫ്ലൂറസിൻ എന്ന് പറയുന്ന ഒരു ഏജന്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആസ്ട്രിജന്റ് ആയിട്ടും ഡയറിയയ്ക്കും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ലോക്കൽ ആസ്ട്രിജൻ വിച്ച് ക്യാൻ ബി യൂസ് ഇൻ ദ ഫോം ഓഫ് ലോസഞ്ചസ്. ലോസഞ്ചസ് എന്താ? ലോസഞ്ചസ് എന്താ? ത്രോട്ടിലൊരു ലോക്കൽ ഇഫക്ട് എക്സേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് എന്താ? ലോസഞ്ചസ് അല്ലെ? സോ ഇനി ഒരു പ്രത്യേകതകളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ബ്ലാക്ക് കട്ടേച്ചു ഇറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ ഹാർട്ട് വുഡ്. സോ അതുകൊണ്ട് ഇറ്റ് ഹാവിംഗ് ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ബ്ലാക്ക് കട്ടേച്ചുവിൽ ഉണ്ടാവില്ല. അതേപോലെ പെയിൽ കട്ടേച്ചു എടുക്കുകയാണെങ്കിൽ there is the presence of a fluorescent substance. ഓക്കെ, ഫസ്റ്റ് ആസ്ട്രിജനകത്ത് ഇത് മാത്രമേ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഡിഫറെന്റ് അതർ ഏജന്റ്സ് ആർ ഓൾസോ ദർ. മൈറോബാലൻ, ദെൻ ബഹ്റ. മിനറൽസ് ആണെങ്കിൽ സോൾട്ട് ഓഫ് അലൂമിനിയം, ബിസ്മത്ത്, ബേരിയം, കോപ്പർ, സിങ്ക്, ഇങ്ങനെ ഒരുപാട് ഏജന്റ്സ് ആസ്ട്രിജൻസിന്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ,
സോ മൈറോബാലിനൊക്കെ നമ്മൾ വേറെ ഒരു ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്ട്രോജൻസ് എന്ന് പറഞ്ഞ സിലബസിൽ കറ്റേച്ചൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കറ്റേച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് കറ്റേച്ചും പെയിൽ കറ്റേച്ചും രണ്ടും നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNS. ഏതൊക്കെയാണ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNS? ഒന്ന് നോക്കിക്കേ. ദീസ് ആർ ഹയോസയാമസ്, ബെലഡോണ, then അക്കോനൈറ്റ്, അശ്വഗന്ധ, എഫിഡ്ര, ഒപ്പിയം, കന്നാബിസ് ആൻഡ് നക്സ് വോമിക്ക. ഇത്രയും ഏജൻസ് ആണ് ഉള്ളത്. നമുക്ക് ഏറ്റവും ആദ്യം ഹയോസയാമസ് നോക്കാം. ഹയോസയാമസിനകത്ത് ട്രോപ്പെയിൻ ആൽക്കലോയിഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു കറ്റേച്ചുവിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താ? കണ്ടൻസ്ഡ് ടാനിൻസ് ആണ് കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? കണ്ടൻസ്ഡ് ആയിട്ടുള്ള ടാനിൻസ് ആണ് കിട്ടുന്നത്. എന്നാ നമ്മള് ഹയോസാമസ് പോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഏജൻസ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് ട്രോപ്പെയിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ, ഇപ്പം ഹയോസാമസ് എടുത്തോട്ടെ, ബെൽഡോണ എടുത്തോട്ടെ, ഇവർ രണ്ടു പേരിലും ഉള്ളത് ട്രോപ്പെയിൻ ആൽക്കലോയിഡ് ആണ്. ആൻഡ് ഇവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, CNS ആക്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസ് ഇപ്പൊ പറഞ്ഞു. അതിനകത്ത് രണ്ട് ഏജൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്, ഹയോസാമസ് ആൻഡ് ബെലഡോണ. ഹയോസാമസ് കണ്ടെയ്ൻ ട്രോപ്പെയിൻ ആൽക്കലോയിഡ്. ഹയോസാമസ് എന്ന് പറയുന്ന വേറൊരു സിനോണിം ആണ് ഹെൻബെയിൻ. സോ രണ്ടും H വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഓർത്ത് വെക്കുക. ഹയോസാമസിന്റെ സിനോണിം ആണ് ഹെൻബെയിൻ. ഓക്കെ, ഇനി മറ്റു പ്രത്യേകത ബയോളജിക്കൽ സോഴ്സിൽ പറയുകയാണെങ്കിൽ ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഏത് പ്ലാന്റിന്റെ ആണ് എടുക്കുക? ഹയോസാമസ് നൈഗർ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ആണ് നമ്മൾ എടുക്കുക. ഹയോസാമസ് നൈഗറിന്റെ ഫ്ലവറിംഗ് ടോപ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി എടുക്കുന്നത്? വി വിൽ ബി യൂസിങ് ഇറ്റ് ആസ് ബയോളജിക്കൽ സോഴ്സ്, ഹയോസാമസ് നൈഗർ. ഓക്കെ, ആൻഡ് മെയിൻലി ഹയോസാമസ് നൈഗറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ ആൽക്കലോയിഡ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ട്രോപ്പെയിൻ ആൽക്കലോയിഡ് ആണെന്ന് പറഞ്ഞു, അപ്പൊ കിട്ടേണ്ടത് ഒരു ആൽക്കലോയിഡ് അല്ലേ? സോ ആ ആൽക്കലോയിഡ് ഏറ്റവും മേജർ ആയിട്ട് ഉണ്ടാവുന്നത് എൽ ഹയോസയാമൈൻ ആയിരിക്കും. ഹയോസാമസ് നൈഗറിൽ നിന്ന് കിട്ടുന്നത് ഹയോസാമൈൻ ആയിരിക്കും, എൽ ഹയോസാമൈൻ. കാരണം ലീവോയും ഡെക്സ്ട്രോഫോം രണ്ട് ഫോമിലുണ്ട്. ഓക്കെ, നമുക്കൊരു തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി തരുന്നത് ലീവോ ഫോം ആയതുകൊണ്ട് തന്നെ എൽ ഹയോസാമൈൻ ആണ് പ്രിൻസിപ്പൽ ആയിട്ട് കിട്ടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ അട്രോപ്പിൻ ആൻഡ് ഹയോസിൻ. അട്രോപ്പിനും ഹയോസിനും പോലെയുള്ള ഏജന്റുകൾ നമുക്ക് കുറച്ച് എമൗണ്ടിൽ കിട്ടും. ഓക്കെ, എന്തിനാണ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടി ഹയോസാമസിനെ ഉപയോഗിക്കേണ്ടി വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അപ്പം CNS ഒരു ഡ്രഗ് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾക്ക് അറിയാം അഡ്രിനാർജിക്, കോളിനാർജിക് പോലെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ? സോ ഹയോസാമസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആന്റി കോളിനാർജിക് ഇഫക്റ്റിന് വേണ്ടിയിട്ടാ. ആന്റി കോളിനാർജിക് ഹയോസാമസ് എന്ന് പറയുന്നത് നമ്മളൊരു ആന്റി കോളിനാർജിക് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആന്റി കോളിനാർജിക് ഏജന്റ് നമുക്ക് ആന്റി സ്പാസ്മോഡിക് ഇഫക്റ്റ് തരും. ദെൻ യൂറിനറി ട്രാക്റ്റിൽ ഒരു റിലീഫ് തരും, സെഡേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് എൻ എക്സ്പെക്ടോറന്റ്. ദെൻ ആന്റി സ്പാസ്മോഡിക്, ആന്റി ആസ്മാറ്റിക്, ഇത്തരം കാറ്റഗറിയിലൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഹയോസാമസിന് ഉപയോഗിക്കാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഡ്രഗ് ആക്ടിങ് ഓൺ CNS. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ കൂടെ ഇപ്പൊ മ്യൂട്ട് ആയിട്ടല്ലേ ഇരിക്കുക, നിങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞു പോയിക്കോ, ബിക്കോസ് ഇറ്റ്സ് വെരി ടഫ്. ഓക്കെ, സോ ഹയോസാമസിന്റെ വേറൊരു സിനോണിം ആണ് ഹെൻബെയിൻ. ഹെൻബെയിന്റെ ഡ്രൈഡ് ലീവ്സും ഫ്ലവറിംഗ് ടോപ്സും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫാമിലി നെയിം എന്താണ്? ഹയോസാമസ് നൈഗർ. രണ്ടും ബെലഡോണയും ഹയോസാമസും രണ്ടും നമുക്ക് ഒരേ ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ദ ഫാമിലി ഈസ് സൊലാനേസിയെ. ഓക്കെ, ദ ഫാമിലി ഈസ് സൊലാനേസിയെ. രണ്ടും സെയിം ഫാമിലിയാണ്, സൊലാനേസിയാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ബെലഡോണ. ബെലഡോണയുടെ പേര് തന്നെ അറിയാം, ഇറ്റ് ഇസ് അട്രോപ്പ ബെലഡോണ. സോ മേജർ ഇൻഗ്രീഡിയന്റ് ഏതായിരിക്കും? അട്രോപ്പിൻ വിൽ ബി ദ മേജർ ഇൻഗ്രീഡിയന്റ്. ഓക്കെ, സോ അട്രോപ്പ ബെലഡോണ. അട്രോപ്പ ബെലഡോണയുടെ അല്ലെങ്കിൽ ബെലഡോണ എന്ന് പറയുന്ന ഏജന്റിന്റെ സിനോണിം ആണ് ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ്. ഓക്കെ, ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ്. സെക്കൻഡ് വൺ belladonna, which contain tropane alkaloid, having the synonym deadly nightshade, having biological source as Atropa belladonna അല്ലെങ്കിൽ യൂറോപ്യൻ ബെലഡോണ എന്ന് വിളിക്കാം. ദെൻ വേറൊരു സോഴ്സും കൂടി ഉണ്ട്, അട്രോപ്പ അക്യുമിനേറ്റ. അക്യുമിനേറ്റ ആണ് ഇന്ത്യൻ ബെലഡോണ എന്ന് പറയുന്നത്. സോ
ഹയോസാമസും മെലഡോണയും രണ്ട് ഡ്രൈഡ് ലീഫ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടും ബിലോങ്സ് ടു ദ ഫാമിലി സൊലാനേസി. ദെൻ നെക്സ്റ്റ് വൺ ബെലഡോണ. അപ്പൊ ഞാൻ പറഞ്ഞു അട്രോപ്പ ബെലഡോണ എന്നാ പഠിച്ചിരിക്കുന്നതിന് മേജർ ആയിട്ടുള്ള ഒരു സോഴ്സും അട്രോപ്പ ബെലഡോണയാണ്. അപ്പൊ അട്രോപ്പിൻ ആണ് അതിന്റെ മേജർ ഇൻഗ്രീഡിയന്റ് എന്ന് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലിവോ ഹയോസാമൈഡും അട്രോപ്പിനും ആയിരിക്കും ബെലഡോണയുടെ ഏറ്റവും മേജർ ഇൻഗ്രീഡിയന്റ്. ഹയോസാമസ് എടുക്കുമ്പോൾ മേജർ ഇൻഗ്രീഡിയന്റ് എന്താണ്? എൽ ഹയോസാമൈൻ. ഓക്കെ. ദെൻ other than atropine, it also contains belladonnin, hyosin, pyridine, N-methyl pyrrolidine, then scopolentin, ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ, സ്കോപ്പോലെന്റിൻ. അതെല്ലാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരാറുണ്ട്. Then next one is anticholinergic drug, which is mainly used to reduce the secretion, sweat, saliva, gastric juice ഒക്കെ കുറയ്ക്കുക. ആന്റി കോർണർജിക് ആക്ടിവിറ്റി എന്താ? കോർണർജിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെക്രീഷൻസ് എല്ലാം കൂടുക. ആന്റി കോർണർജിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെക്രീഷൻസ് എല്ലാം കുറയുക. ഓക്കെ. ആന്റി സ്പാസ്മാറ്റിക് ഇഫക്ട്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ആന്റിഡോട്ട് ഓഫ് ഒപ്പിയം. അതുപോലെ തന്നെ ക്ലോറൈഡ് ഹൈഡ്രേറ്റിന്റെ ഒരു ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിക്കാറുണ്ട്? ബെലഡോണയെ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ ഈസ് അക്കോനൈറ്റ്. അക്കോനൈറ്റ് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വേരാണ് കേട്ടോ. അക്കോനൈറ്റ് ഇസ് ദ റൂട്ട് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ഡൈടർപീൻ ആൽക്കലോയിഡ് ആണ് അക്കോനൈറ്റിൽ ഉള്ളത്. ദെൻ അനദർ സിനോണിംസ് ആർ മോങ്ക് ഷൂട്ട്, അക്കോനൈറ്റ്, റൂട്ട് ഒക്കെയാണ് നമുക്ക് അക്കോനൈറ്റിനകത്ത് കിട്ടുക. ആൻഡ് ഡ്രൈഡ് റൂട്ട് ഓഫ് അക്കോനിറ്റം നെപ്പല്ലസ്. ഓക്കെ. അക്കോനൈറ്റിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് Aconitum napellus and belongs to the family Ranunculaceae. മനസ്സിലായോ? Ranunculaceae and dried root of Aconitum napellus. Aconite ആണ്. എവിടുന്നാ കിട്ടുക? Aconitum napellus belongs to the family Ranunculaceae. Aconite, hypoaconite, ലാസ്റ്റ് എന്താ? Napellus എന്നാ കണ്ടേ അല്ലേ? സോ നിയോപെല്ലിൻ, നപ്പെല്ലിൻ, നിയോലിൻ. ഓക്കെ. So aconite, hypoaconite, neopelin, napelin, neoline, and also traces of spartine and ephedrine. ഇത്രയുമാണ് മെയിൻലി അക്കോനൈറ്റിൽ ഉണ്ടാവുക. ആൻഡ് അതർ ദാൻ ദിസ്, അക്കോനൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കണം ഇതിൽ കുറച്ച് ആസിഡ് വേർഷൻസും ഉണ്ട്. അക്കോനൈറ്റിക് ആസിഡ്, ദെൻ സക്സിനിക് ആസിഡ്, സ്റ്റാർച്ച് എല്ലാം കൂടെ ഓർത്തിരിക്കണം എന്നില്ല. അക്കോനൈറ്റ് ഓർക്കാലോ, അക്കോനൈറ്റിക് ആസിഡ് ഓർക്കാലോ, ഹൈപ്പോ അക്കോനൈറ്റ് ഓർക്കാലോ. ദെൻ ലാസ്റ്റ് ബയോളജിക്കൽ നെയിമിന്റെ ലാസ്റ്റ് പേര് ആലോചിക്കുക, നെപ്പല്ലസ്. നെപ്പല്ലസ് എന്ന് നെപ്പലൈൻ, നിയോലൈൻ, നിയോപെല്ലിൻ മുതലായ പേരുകളും ഓർത്തിരിക്കുക. മെയിൻലി അക്കോനൈറ്റ് നമ്മൾ CNSന്റെ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആന്റി റുമാറ്റിക്, ആന്റി ഗൗട്ട്, അനാൽജസിക്, കാർഡിയ ഡിപ്രസന്റ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് അശ്വഗന്ധ. അശ്വഗന്ധ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഇസ് എ സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്. അക്കോനൈറ്റ് എന്തായിരുന്നു? ഡൈടർപീൻ ആൽക്കലോയിഡ് ആയിരുന്നു. അശ്വഗന്ധ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്. സോ is it a steroidal alkaloid? അതുകൊണ്ട് തന്നെ ആദ്യം അതിന്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞു തരാം. ഇറ്റ് ഇസ് എ സെക്സ് സ്റ്റിമുലന്റ് അല്ലെങ്കിൽ റിജുമിനേറ്റർ. ഓക്കെ. അശ്വഗന്ധ മെയിൻ ആയിട്ടുള്ള സെക്സ് ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ, സെക്സ് ഡ്രഗ്സ് അല്ലെങ്കിൽ അപ്പം സിഡ്നാഫിൽ, സിട്രേറ്റ് പോലെയുള്ള ഏജന്റ് ഒക്കെ നമ്മൾ സെക്സ് സ്റ്റിമുലന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സെയിം ആസ് ദ വേ അശ്വഗന്ധ ഈസ് യൂസ് ഫോർ സെക്സ് സ്റ്റിമുലേഷൻ ആൻഡ് ഓൾസോ ആസ് എ റെജുമിനേറ്റർ. So ashwagandha is a steroidal alkaloid which contain വിതാനിയ സോമനിഫറ ആസിഡ്സ് ബയോളജിക്കൽ ഏജന്റ്. ആ പേര് ആദ്യം പഠിച്ചേ, വിതാനിയ സോമനിഫറ. സോ ബിലോങ് ടു ദ ഫാമിലി സൊളനേസിയ. ഇതിനു മുമ്പ് രണ്ട് ഫാമിലി സൊളനേസിയ ഉള്ളത് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ബെലഡോണ, ഹയോസാമസ് രണ്ടും സൊളനേസിയ ആണ്. അക്കോനൈറ്റ് മാത്രമാണ് റനൻകുലേസിയ ആയിട്ട് മാറിയത്. നെക്സ്റ്റ് അശ്വഗന്ധ വന്നപ്പോ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അശ്വഗന്ധയുടെ ബയോളജിക്കൽ നെയിം ആണ്, വിതാനിയ സോമനിഫറ. അപ്പൊ ഞാൻ പറഞ്ഞു അക്കോനൈറ്റിന്റെ റൂട്ട് മാത്രമായി എടുത്തത്. അശ്വഗന്ധ വരുമ്പോ റൂട്ടും എടുക്കും, സ്റ്റെമ്മിന്റെ ഏറ്റവും മേളിൽ കാണുന്ന ബേസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സോ റൂട്ട് ആൻഡ് സ്റ്റെം ബേസ് ഓഫ് വിതാനിയ സോമനിഫറ വിച്ച് ഈസ് ഹാവിംഗ് ദ സിനോണിമസ് വിതാനിയ റൂട്ട്, വിന്റർ ചെറി എന്നൊക്കെ അശ്വഗന്ധയ്ക്ക് പേരുണ്ട്. മെയിൻ സോഴ്സ് ആൽക്കലോയിഡും സ്റ്റിറോയിഡൽ ലാക്ടോൺസും ആയിരിക്കും. ദെൻ മെയിൻ കോൺസ്റ്റുവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിതാനിയ എന്നല്ലേ എടുക്കുന്നത്. സോ വിതാനിൻ മെയിൻ സോഴ്സ് വിതാനിൻ. ദെൻ വിതനോലൈഡ്സ്, വിതാഫെറിൻ, വിതനോലൈഡ് ഒക്കെ എന്താണ്?
അശ്വഗന്ധയുടെ മേജർ സോഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി അക്കോണായിട്ട് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റിസം ആൻഡ് ഗൗട്ട് അതർ ദാൻ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷൻ, ഒരു സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആക്ഷൻ ഉണ്ട്. സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ് ആയതുകൊണ്ട് തന്നെ സെക്സ് സ്റ്റിമുലേഷൻ ആൻഡ് റെജുവിനേഷനും ആക്ഷൻ ഉണ്ട്. ഓക്കെ, അശ്വഗന്ധ വരെ ക്ലിയർ ആണോ? നെക്സ്റ്റ് ഐ ആം മൂവിങ് ടു എഫിഡ്ര. ഇതുവരെ ഒന്ന് പറയണോ? ഇതുവരെ പറയണോ? നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഒപ്പിയം, സോറി എഫിഡ്ര. നെക്സ്റ്റ് വൺ ഇസ് എഫിഡ്ര. ഇറ്റ് ഇസ് പ്രോട്ടോ ആൽക്കലോയിഡ്. Then synonym is Ma Huang, which is Ma Huang. ഒരു ചൈന നെയിം പോലെ നിങ്ങൾക്ക് തോന്നാം. എഫിഡ്ര it is Ma Huang എന്നാണ് അതിന്റെ synonym, which is using dried young stem of Ephedra gerardiana and E. nebrodensis from Gentaceae അല്ലെങ്കിൽ Ephidraceae. Okay, so Ephedra എന്ന് പറയുന്ന synonym ആണ് Ma Huang, which is the dried young stem of Ephedra gerardiana അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസസ്. എഫിഡ്ര ജെറാർഡിയാന നെബ്രോഡെൻസസ്, നെബ്രോഡെൻസസ് ജെറാർഡിയാന. അതിന്റെ യങ് സ്റ്റെം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിറ്റേസിയെ അല്ലെങ്കിൽ എഫിഡ്രേസിയെ, ഇത് രണ്ടുമാണ് അതിന്റെ സിനോണിം ആയിട്ട് വരുന്നത്. ദെൻ അമിനോ ആൽക്കലോയിഡ്സ് ആണല്ലോ അല്ലെ. അമിനോ അല്ലെങ്കിൽ പ്രോട്ടോ ആൽക്കലോയിഡ് എന്ന് ആദ്യമേ പഠിച്ചു. അമിനോ ആൽക്കലോയിഡ് ആണ്. എഫിഡ്രയ്ക്കകത്തുള്ളത് എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, N-methyl ephedrine, pseudoephedrine, pseudoephedrine, N-methyl ephedrine, norepinephrine, ephedrine. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സിംപഥോമിമെറ്റിക് ഡ്രഗ്. സിംപഥോമിമെറ്റിക് ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ആസ്മ ആസ് ബ്രോങ്കോഡൈലേറ്റർ. ദെൻ ഹേ ഫീവറിലും ഹൈപ്പർ ടെൻഷനിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? എഫിഡ്ര യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഒപ്പിയം. ഒപ്പിയം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും. ഒപ്പിയത്തിന്റെ എന്താ എടുക്കുക? ഒപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നൊക്കെ പറയും. കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയാ മഹാദേവനൊക്കെ കൊടുക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? എരിക്ക്. എരിക്കിന്റെ ഒക്കെ ആ ഒരു മൊട്ട ആയിരിക്കുന്ന സമയം നമ്മൾ ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലാറ്റക്സ് വരും അല്ലെ, ഒരു കറ വരും അവിടുന്ന്. സോ ആ ഒരു കറയാണ് ഒപ്പിയത്തിന്റെ നമ്മൾ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? കറുപ്പ് എന്ന് പറയുന്നത് ഒപ്പിയം എന്ന് പറയുന്ന ഏജന്റിന്റെ അല്ലെങ്കിൽ റോ ഒപ്പിയം എന്ന് പറയുന്നത് ഒരു അൺറൈപ്പ് ആയിട്ടുള്ള ഒരു സീഡിനകത്ത് അല്ലെങ്കിൽ ക്യാപ്സ്യൂളില് ഒരു ചെറിയ ഇൻസിഷൻ ഇടുമ്പോൾ അവിടുന്ന് വരുന്ന കറ അവിടെ പറ്റി പിടിച്ച് ഉണങ്ങിയിരിക്കും. ഈ കറയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന. അറിയാലോ, ഒപ്പിയം എന്ന് പറയുന്നത് ഒരു അനാൽജസിക്, സെഡേറ്റീവ്, ഹിപ്നോട്ടിക് പോലെയുള്ള ഒരുപാട് യൂസ് നമുക്ക് ഉപയോഗിക്കാം. ഈവൻ കോൺസ്റ്റിപ്പേഷൻ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഇപ്പൊ കൊഡീനോ പെപ്പാവറിനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഓൾ ദീസ് ആർ ആന്റി ടസീവ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ അൺറൈപ്പ് ആയിട്ടുള്ള സീഡിന്റെ ക്യാപ്സ്യൂൾ എടുക്കുക, ഈ ക്യാപ്സ്യൂളിൽ ഒരു ചെറിയ ഇൻസിഷൻ ഇടുക, അവിടുന്ന് വരുന്ന കറയെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇതാണ് ഈ ലാറ്റക്സ് ആണ് നമ്മുടെ ഡ്രഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഒപ്പിയം is the latex which is obtained by putting an incision from the unripe capsule of which plant? Biological source എന്താണ്? Papaver somniferum belongs to the family Papaveraceae. Okay, Papaver somniferum belongs to the family Papaveraceae. അതിനകത്ത് ഒപ്പിയം ആൽക്കലോയിഡ്, it is a salt of meconic acid. Okay, എന്തിന്റെ സോൾട്ട് ആണ്? മെക്കോണിക് ആസിഡിന്റെ സോൾട്ട് ആണ്. രണ്ട് തരത്തിലാണ് ഒപ്പിയം ഉള്ളത്. ഒന്ന് ബെൻസൈൽ ഐസോക്വിനോളിൻ ടൈപ്പും ഫിനാൻഡ്രിൻ ടൈപ്പും. എപ്പോഴും പി എസ് സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിനാൻഡ്രിൻ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോർഫിൻ, ടിബെയിൻ, കൊഡീൻ, ഇത് മൂന്നും ഫിനാൻഡ്രിനും. ബെൻസൈൽ ഐസോക്വിനോളിന്റെ അകത്ത് വരുന്നതാണ് നാർക്കോട്ടിൻ അല്ലെങ്കിൽ നോസ്കാപ്പൈൻ അല്ലെങ്കിൽ നാർസൈൻ. നാർക്കോട്ടിൻ എന്ന് പറയുന്നത് ബെൻസൈൽ ഐസോക്വിനോളില്, കൊഡീനും മോർഫിനും ടിബെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിനാൻഡ്രിൻ ടൈപ്പ് ഓഫ് ഒപ്പിയം. സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, കോൺസ്റ്റിപ്പേഷൻ, ആന്റി ടസീവ് ആൻഡ് സ്മൂത്ത് അല്ലെങ്കിൽ മസിൽ റിലാക്സേഷൻ. നെക്സ്റ്റ് വൺ ഇസ് കന്നാബിസ്.
കന്നാബിസ് എന്നുള്ള വേർഡ് തന്നെ ഫസ്റ്റ് ബയോളജിക്കൽ സോഴ്സ് പഠിക്കുക. കന്നാബിസ് സറ്റൈവ ഫ്രം ദ ഫാമിലി കന്നാബിനേസി. ഗഞ്ച, കന്നാബിസ് ഇൻഡിക്ക, ഇന്ത്യൻ ഹെബ് എന്നൊക്കെ പറയുന്നത് എന്താ? കന്നാബിസ. ഗഞ്ച എന്നൊക്കെ പറയുന്നത് എന്താ? ഗഞ്ച ഈസ് കന്നാബിസ്. ഓക്കെ, സോ വാട്ട് ഇറ്റ് കണ്ടെയ്ൻ? It contains 15 to 20% of resin with major ആയിട്ടുള്ളത് ടെട്രാഹൈഡ്രോ കന്നാബിനോൾ ആണ്. റെസിൻസ് ഏതൊക്കെയുണ്ട്? കന്നാബിനോള്, കന്നാബിഡിയോള്, കന്നാബിഡിനോളിക് ആസിഡ്, എല്ലാം കന്നാബിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. നാർക്കോട്ടിക്, സെഡേറ്റീവ്, അനാൽജസിക്, and this drug is also used for intoxication, euphoria, mental disturbance ഒക്കെ നമ്മൾ ആരെ ഉപയോഗിക്കും? കന്നാബിസിനെ യൂസ് ചെയ്യും. So next one is Nux vomica. Nux vomica നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? It is also called as crow fig എന്ന് പറയും. Nux vomica എന്താ? കാഞ്ഞിരം. Okay, കാഞ്ഞിരം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? It is also used as a CNS stimulant which is also called as semen, then strychnine, Nux vomica seed, crow fig എന്ന് പറയും. ഈ crow fig ആ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. Then ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കന്നാബിസ് സറ്റൈവ എടുക്കുമ്പോൾ കന്നാബിസ് സറ്റൈവയുടെ ഫീമെയിൽ പ്ലാന്റിനെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അതിന്റെ ഫ്ലവറിംഗ് ടോപ്പ് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നക്സ് വോമിക്ക പറയാണ്. നക്സ് വോമിക്ക എന്ന് പറയുന്നത് ഡ്രൈ ripe seed of Strechnus nux vomica. Strechnus nux vomica belongs to the family Loganaceae. Okay, Loganaceae. So chief constituents എന്തൊക്കെയാണ്? സ്ട്രിച്ചിനിൻ ആൻഡ് ബ്രൂസിൻ. ഈ ബ്രൂസിൻ എന്ന് പറയുന്നത് ഡോഗ് പോയിസൺ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് പേജിൽ കിടപ്പുണ്ട്. സ്ട്രിച്ചിനിൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോഗ് പോയിസൺ എന്ന് അറിയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ബ്രൂസിൻ. സോ ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് സ്ട്രിച്ചിനിൻ ആൻഡ് ബ്രൂസിൻ. മെയിൻ ഗ്ലൈക്കോസൈഡ്സ് ലൊഗാനിൻ. ഫാമിലി ഏതാ? ലൊഗാനേസിയെ. സോ ലൊഗാനിൻ, ക്ലോറോജനിക് ആസിഡ് ആൻഡ് ഫിക്സ്ഡ് ഓയിൽ. മെയിൻലി നക്സ് വോമിക്ക ഉപയോഗിക്കുന്ന എന്ത് ഏജന്റ് ആണ്? കാർഡിയാക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ്, ബിറ്റർ സ്റ്റൊമറ്റിക് ആൻഡ് ടോണിക്. ബ്രൂസിൽ എന്ന് പറയുന്നത് നമ്മൾ ആൽക്കഹോളും അതർ ഇൻഎഡിബിൾ ഫാറ്റ്സിനെ ഡീനാച്ചുറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്. അടുത്ത ഒരു ഡ്രഗും കൂടെ നോക്കാം. ഇത്രയും ഓർത്തിരിക്കാൻ എനിക്കറിയാം പാടാണ്, പക്ഷെ ശ്രമിക്കുക കേട്ടോ. ഇന്നിരുന്ന് തന്നെ പഠിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ആന്റി ഹൈപ്പർടെൻസീവ്. ആന്റി ഹൈപ്പർടെൻസീവ് കാറ്റഗറിയിൽ ഒറ്റ ഡ്രഗ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് റവോൾഫിയ അല്ലെങ്കിൽ സർപ്പഗന്ധ എന്ന് പറയും അല്ലെ. സർപ്പഗന്ധ എന്നുള്ള പ്ലാന്റ് കേട്ടിട്ടുണ്ടാ? ആദ്യമേ അതിന്റെ ഫാമിലി പഠിച്ചേ. ഫാമിലി എന്താ? അപ്പോസൈനേസിയെ. ഇതുവരെ ഒരിടത്തും ഈ ഫാമിലി പഠിച്ചിട്ടില്ല. ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയെ. ആൻഡ് വാട്ട് ഇസ് ദ സോഴ്സ്? റവോൾഫിയ സർപ്പന്റീന. റവോൾഫിയ സർപ്പന്റീനയുടെ റൈസോമും അവിടെയുള്ള റൂട്ടും ആണ് നമ്മൾ ചൂസ് ചെയ്യുക. റവോൾഫിയ സർപ്പന്റീന ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് എന്താണ്? റവോൾഫിയ. എന്താണ് ഉണ്ടാവുക? ഇൻഡോൾ ആൽക്കലോയിഡ് ആണ് ഉണ്ടാവുക. ആൻഡ് ദിസ് ഇൻഡോൾ ആൽക്കലോയിഡ്സ് കണ്ടെയ്ൻ റെസർപൈൻ, then ajmalin, ajmalasin, resinamide, reserpine, yohimbine, serpentine, serpentanine. So yohimbine ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? ആൽഫ ബ്ലോക്കർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ yohimbine. Then ആന്റി ഹൈപ്പർടെൻസീവ് ആണ്. ന്യൂറോസൈക്കാട്രിക് ഡിസോർഡേഴ്സിലും അജ്മാലസിൻ സർക്കുലേറ്ററി ഡിസീസിനും ഒക്കെ നമ്മൾ റവോൾഫിയ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത്രയും മതിയോ? ആന്റി ഡിസെൻട്രിക്ക് എടുക്കട്ടെ? വേണ്ട. ഇന്ന് അലോഡ് ഏജൻസും ഇത് ഇത്രയും കൂടെ നോക്കുക കേട്ടോ. ദെൻ ഞാൻ ക്ലാസ് കഴിയുമ്പോ ലൈക്ക് നമ്മുടെ ആ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ടല്ലോ സിലബസില്, അതിന്റെ എല്ലാത്തിന്റെയും നോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഞാൻ വോയിസ് ഇടാം, അല്ലെങ്കിൽ കോഗ്നോസിയും ഫാർമസ്യൂട്ടിക്സും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് തീരാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ടോപ്പിക് ആസിഡ് ബേസ് ബഫറിന്റെയും ആന്റി മൈക്രോബിയൽ ആസ്ട്രീജന്റിന്റെയും എക്സ്പെക്ടോറന്റിന്റെയും എമിറ്റിക്കിന്റെയും ആന്റിഡോട്ടും ഫുൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓരോ ചാപ്റ്ററിന്റെ ഫോട്ടോയുടെ താഴെയും ഞാൻ വോയിസ് ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സോ കോഗ്നോസി പരമാവധി 2 ദിവസത്തിനുള്ളിൽ തീർക്കണം. ഇന്ന് തന്നെ നമുക്ക് ഇത്രയും തീർക്കാൻ പറ്റി. ഇപ്പൊ നമ്മള് 3 ചാപ്റ്റേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആസ്ട്രീജൻ, ഡ്രഗ് ആക്ടിംഗ് ഓൺ നെർവസ് സിസ്റ്റം ആൻഡ് ആന്റി ഹൈപ്പർടെൻസീവ്. ഇത് ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.